എങ്ങനെയാണ് ജൈവകൃഷി, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ജൈവകൃഷി, ഈ മൂന്നും നമുക്ക് കുറിച്ച് നോക്കാം. അപ്പൊ എന്താണ് ജൈവകൃഷി അറിയോ? ജൈവകൃഷി എന്ന് വെച്ചാൽ ആക്ച്വലി ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ജീവനെ ആധാരമാക്കി ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അതായത് ഒരു ശാസ്ത്രമുണ്ട്, ഇക്കോളജി എന്ന ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന ഒരു കൃഷിയാണ് ജൈവകൃഷി. അപ്പോൾ എന്തിനാണ് ജൈവകൃഷി? നമുക്കറിയാം, ഇന്ന് നമ്മുടെ വീടുകളിൽ നോക്കുമ്പോൾ ഏത് വീട്ടിലാണെങ്കിലും ഒരാളെങ്കിലും ഒരു രോഗം, ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗം ഇല്ലേ? അതായത് ഷുഗറോ കൊളസ്ട്രോളോ, ഞാൻ പറഞ്ഞ വലിയ വലിയ രോഗങ്ങളല്ല, അതുണ്ടാവും. അതോടൊപ്പം തന്നെ ചെറിയ ഏതെങ്കിലും ഒരു രോഗം ഇല്ലേ? എന്നാൽ നമുക്കറിയാം WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ശുപാർശ ചെയ്തിരുന്ന എല്ലാ ചികിത്സാ വിധികളും, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഓരോ പഞ്ചായത്ത് വഴിയും ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ജില്ല വഴിയും നമുക്ക് ജില്ലാ ആശുപത്രികളുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, പിന്നെ ഈ ജില്ല മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിൽ റെഫർ ചെയ്യുന്ന റെഫറൽ ഹോസ്പിറ്റലുകളുണ്ട്. അത് അങ്ങനെ അലോപ്പതിയിൽ തന്നെ കുറയും. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് സിറ്റികൾ എന്ന് പറഞ്ഞു മെഡിസിറ്റി മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് തലത്തിൽ കുറയുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം പല തരത്തിലുള്ള ചികിത്സകൾ, അതായത് ഇപ്പം ഇംഗ്ലീഷ് ആയുർവേദ, അലോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ ഹോമിയോപ്പതി, അങ്ങനെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. എന്നിട്ടും നേരത്തെക്കാളിലും ഇപ്പോൾ അസുഖങ്ങൾ ആളുകൾക്ക് കൂടുതലാണോ കുറവാണ്? കൂടുതലാണ്. ചികിത്സാ സംവിധാനങ്ങൾ കൂടുതലാണോ കുറവാണ്? സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് ചികിത്സകൾ പോയോ അതും ഒക്കെ ഒരുപാട് ചികിത്സ. പക്ഷേ രോഗികളായി മാറുക, ശരിക്കും പറഞ്ഞ ആളുകൾ ഒരു പരിധി വരെ എല്ലാവരും രോഗം, ചെറിയ കുട്ടികൾ വരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ അംഗവൈകല്യങ്ങൾ, അത് ഇതില്ല പട്ടക്കേരയിലേക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം പ്രധാന കാരണം നമ്മുടെ അന്നമാണ്. അന്നം എന്ന് വെച്ചാൽ അന്നം എന്താ? നാം കഴിക്കുന്ന ഭക്ഷണം, നാം കുടിക്കുന്ന വെള്ളം, നാം ശ്വസിക്കുന്ന വായു, നാം കേൾക്കുന്ന ശബ്ദം, നാം കൊള്ളുന്ന ഈ ചൂട്, ഇതെല്ലാം അന്നമാണ്. ഇതെല്ലാം പൊല്യൂട്ടഡ് ആയിരിക്കുവാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള പൊല്യൂഷൻ, വെള്ളമൊക്കെ ഒരുപാട് ഇപ്പോ ഇല്ലേ, ശരിയില്ല, ഇങ്ങനെ ഒരുപാട് വൈറസ്, ഫംഗസ്, ബാക്ടീരിയകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് തന്നെയാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ വെള്ളത്തിൽ പറയുകയാണെങ്കിൽ pH വളരെ കുറവാണ്. pH എന്താണെന്ന് ഞാൻ വഴിയെ പറയും. അപ്പം ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും, ഇതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരുപാട് രോഗികളായി. ഇതിന്റെ പ്രധാന കാരണം നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, തേജോമയ കോശം, ആനന്ദമയ കോശമാണ്. അതായത് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അന്നമയ കോശം, നമ്മൾ കഴിക്കുന്ന അന്നം എത്രത്തോളം നല്ലതാവുന്നു അത്രത്തോളം നമുക്ക് തേജസ് ഉണ്ടാവും. എത്രത്തോളം തേജസ് ഉണ്ടോ അത്രത്തോളം നമ്മൾ വിജ്ഞാനം ഉണ്ടാവും. അങ്ങനെ അറിവ്, ഇങ്ങനെ അറിവും തേജസ്സും എല്ലാം നല്ല ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണത്തിൽ. ഏറ്റവും നല്ല ഭക്ഷണം മാക്സിമം നമ്മൾ കഴിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കൾച്ചർ തന്നെ മാറും. നമ്മളുടെ സ്വഭാവ രീതികളിലുള്ള വളരെയധികം വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാസവള കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് പലപ്പോഴും ഹെവി മെറ്റൽസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെവി മെറ്റൽ ലെഡ്. ഈ ലെഡ് നമ്മൾ ഫുഡിൽ കൂടി പലപ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് വരും. ഈ ബോഡിയിലേക്ക് വരുന്നതാണ് പലതരത്തിലുള്ള ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനുഷ്യനെ ഉപയോഗിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ, അങ്ങനെ പലരും നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നത് കൊണ്ട് നമുക്ക് ടോക്സിക് ആവുന്നത് മാത്രമല്ല, നമുക്ക് ബോഡിയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ, ശരിക്കും നമുക്കറിയാം ഇപ്പൊ സ്വന്തം ഭാര്യയെ മൂക്കമ്പാമ്പിനെ കുറിച്ച് കൊല്ലുന്നു. ഇതൊക്കെ ശരിക്കും ഇതെല്ലാം ഈ അന്നത്തിന്റെ പ്രത്യേകതയാണ്. ഞാനിപ്പോ പറഞ്ഞു നിർത്തിയത് അന്നത്തിന്റെ ഏറ്റവും അവസാനം അന്നമയ കോശത്തിന്റെ ആനന്ദമയ കോശം. ആനന്ദം നമ്മളുടെ മനുഷ്യന്റെ ഏറ്റവും അവസാനം ഏറ്റവും ലക്ഷ്യം എന്താണ്? എന്തോ സന്തോഷം, ആനന്ദം. നമ്മൾ എന്ത് ചെയ്യുന്നതിൽ, എന്ത് പണം ഉണ്ടാക്കുന്നതിനാണെങ്കിലും നമ്മൾ നല്ല വസ്ത്രം, എല്ലാത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ഏറ്റവും പ്രധാനം ആനന്ദമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ കൂടിയാണ് ശരിക്കും ഏറ്റവും നല്ല ആനന്ദം കിട്ടുന്നത്.
പക്ഷേ അത് കിട്ടാത്ത സ്ഥിതിക്കാണ് പലരും കുറുക്കു വഴി തേടി മദ്യത്തിനും അതോടൊപ്പം തന്നെ പല 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 മയക്കുമരുന്നൊക്കെ ശരിയായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഫുഡെന്ന് ഞാൻ പറഞ്ഞ അന്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടിയത്, ഇതെല്ലാം ചേർന്ന് നല്ല രീതിയിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം വരെ അന്നമാണ്. അപ്പം ഇതെല്ലാം നല്ല രീതിയിലായി കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ നന്നാകും, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികൾ നന്നാകും, നമ്മുടെ സമൂഹവും നന്നാകും. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ ആക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വെള്ളം നന്നാകണം, നമ്മുടെ മണ്ണ് നന്നാകണം. ഇതെല്ലാം ഏറ്റവും പ്രധാനം. പിന്നെ വായുവിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സൂര്യനെ നമുക്കൊന്നും ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ നമുക്ക് ഏറ്റവും ശുദ്ധമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം, അതിലെ പോഷകമൂല്യമുള്ള ഭക്ഷണം അത് നമ്മൾ കഴിക്കുക. അതിലൂടെയാണ് നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം കിട്ടുന്നത്. അതായത് മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യം. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. മണ്ണിന് നമ്മൾ ഇപ്പൊ രാസവള കൃഷി ജൈവ കൃഷിയായിട്ട് ഏറ്റവും പ്രധാനമായ ഒരു വ്യത്യാസം എന്താണ് അറിയാമോ? അതായത് രാസവള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളയെ ആശ്രയിച്ച് ഒരു വിളയ്ക്ക് മാത്രം അത് കൊടുക്കുമ്പോൾ ആ വിള ഇത്ര വലുതാവുന്നു. പക്ഷേ ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ആശ്രയിച്ചാണ്, നമ്മൾ മണ്ണിനെയാണ് നമ്മൾ നന്നാക്കുന്നത്. ആ മണ്ണിൽ കൂടി ചെടി വലിച്ചെടുത്ത് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ് നമ്മൾ നന്നാക്കി എടുക്കേണ്ടത്. ആദ്യം മുതലേ മണ്ണ് ശരിയാക്കി എടുക്കുന്നത് കൃഷി. അപ്പൊ ഇതാണ് നമ്മൾ എന്തിനാണ് ജൈവ കൃഷി എന്നുള്ളതിന്റെ ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് ജൈവ കൃഷി ചെയ്യേണ്ടത്? പലരും വിചാരിച്ചിരിക്കുന്ന കുറച്ച് പച്ചിലയോ ചാണകമോ ചാരമോ മാത്രം ഇട്ട് കൊടുക്കുന്ന ഒരു കൃഷിയാണ് ജൈവ കൃഷി. ആണോ? അങ്ങനെയല്ലേ നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത്? ആക്ച്വലി അതല്ല ജൈവ കൃഷി. അത് ശരിക്കും പാരമ്പര്യ കൃഷിയാണ്. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ശാസ്ത്രമുണ്ട്, അതിന്റെ രീതികളുണ്ട്. ഏറ്റവും പ്രധാനം മണ്ണിന്റെ pH എന്ന് പറഞ്ഞാൽ അറിയോ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരളവ് പോലാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഒരളവ് പോലാണ്. അതിനകത്ത് 0 മുതൽ 14 വരെ അടയാളപ്പെട്ടിരിക്കുന്നു. അതിലെ 0 തൊട്ട് 7 വരെ, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വരെ എന്ന് പറയാം. വരെ നമുക്ക് അസിഡിക് ആണ്. 7 തൊട്ട് നമുക്ക് 14 വരെ ബേസ് ആണ്, ചില ക്ഷാരങ്ങളുള്ളതാണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നില, 7 ന്യൂട്രൽ നില. 7 ആക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. pH 7 ആക്കുക. നമുക്കറിയാം, ഒരു നല്ല രീതിയിൽ ഒരു വെള്ളത്തിൽ മീൻ വളരണമെങ്കിൽ മീൻ വളർത്തുകാരുണ്ട്. pH എത്രയായിരിക്കണം? 7 ആയിരിക്കണം. നോക്കാറില്ലേ? pH 7 ആയിരിക്കണം നല്ല രീതിയിൽ മീൻ വളരണം. അതുപോലെ തന്നെ നമ്മൾ ചെടി, ഏത് ചെടിയാണെങ്കിലും മണ്ണിൽ നല്ല രീതിയിൽ വളരണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? pH 7 ആയിരിക്കണം. അത് ഞാൻ പറഞ്ഞു വരാം എന്തിനാണ് pH 7 ആവണമെന്ന് പറയാം. മൂന്നാമത് മനുഷ്യരക്തത്തിന്റെ pH. മനുഷ്യരക്തത്തിന്റെ pH എത്രയായിരിക്കണം? 7.35-നും ലിറ്റിൽ ആൽക്കലൈനാണ്, 7.45 അടയ്ക്കാം. അപ്പം ആക്ച്വലി നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ pH 7 അല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ബ്ലഡ് എന്ന് പറഞ്ഞൊരു ബഫർ സൊല്യൂഷനാണ്. ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും 7 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡി തന്നെ അത് ആക്റ്റീവായിട്ടിരിക്കും. ഇനി ഇൻ കേസ് നമുക്ക് അതിനകത്ത് കുറവാണെങ്കിൽ നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ബോഡി കാൽസ്യത്തെ എടുത്ത് അതിനെ എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പല്ലിന് എപ്പോഴും ക്യാവിറ്റി വരിക. അതോടൊപ്പം തന്നെ വേദന, ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നത് ആക്ച്വലി കാൽസ്യം ഈ ബഫർ സൊല്യൂഷൻ ആക്കാനായിട്ട് നമ്മുടെ ഈ 7 നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കുഴഞ്ഞു വീണു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം മണ്ണിന്റെ pH 7 ആയിരിക്കണം എന്ന്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞു മണ്ണിന്റെ പുളിപ്പ്. ഇല്ലേ? പുളിപ്പ് അല്ലേ പറയുന്നത്? പുളിപ്പ് എന്നല്ലേ കണ്ട് പറഞ്ഞിരുന്നത്? പുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റിയാണ്. ഈ പുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ടൊക്കെ എല്ലാവരും പുളിപ്പ് മാറ്റാൻ എന്താ ചെയ്തോണ്ടിരുന്നത്? കുമ്മായം. കുമ്മായം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് ആണ്. ഈ കാൽസ്യം ഓക്സൈഡ് മണ്ണിലേക്ക് ഇടുമ്പോൾ ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന വളം മുഴുവൻ ഏറ്റവും ആദ്യം സംഭവിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഏതൊക്കെ തുടങ്ങണം. രണ്ടാമത്തെ കാര്യം, മണ്ണിനെ ഉൾപ്പെടെ എല്ലാ സൂക്ഷ്മജീവികളും ചത്തുപോകും, കാരണം ഇതിന് ചൂടാണ്. മൂന്നാമത്തെ കാര്യം, ഈ ചൂട് മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ആ വേരുകൾ വെന്തുപോകും. ഈ വേര് കൂടി പലപ്പോഴും ഫംഗസ്, ഈ ചെടികളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് മഞ്ഞടിച്ചു പോവുക. ഇപ്പം തെങ്ങിനെ സംബന്ധിച്ച് തെങ്ങിനെ നമുക്ക് പിന്നെ ഒരു രോഗമുണ്ട്, ചെന്നീരൊലിവ്, ഇല മഞ്ഞടിച്ച് വരിക.
ഇതുപോലെ തന്നെ പ്ലാവിനെ നമുക്ക് ജാതി കർഷകർക്ക് അതിനകത്ത് മുഴുവൻ കായ വലുതാകാതെ പൊട്ടി വീഴുക, അതോടൊപ്പം തന്നെ ഇലകൾ മുഴുവൻ മഞ്ഞടിച്ച് പൊഴിഞ്ഞു വീഴുക, അതോടൊപ്പം തന്നെ അതിനകത്തൊരു തലമുടിനാല് പോലെ ഒരു ഇത് വരിക. ഇതെല്ലാം ഫംഗസാണ്, മനസ്സിലായോ? ഈ ഫംഗസ് വരുന്നത് പ്രധാനമായിട്ട് ഈ കുമ്മായം ഇടുമ്പോൾ ഈ ഇതിനുണ്ടാവുന്ന മുറിവിൽ കൂടി, മുറിവ് എവിടെയുണ്ടോ അതുകൂടി മാടിക്കൂടി പെട്ടെന്ന് പോകും. അതാണ് നമ്മൾ പലപ്പോഴും പറയാണ്ട് തെങ്ങിലൊക്കെ ചിലർ കൊണ്ട് ചുമ്മാതെ ഇങ്ങനെ ഒരു മരത്തിലും നമ്മൾ വാക്കൊക്കെ കൊണ്ടുവെക്കാൻ പറയുന്നത്. കാരണം എവിടെ മുറിവുണ്ടോ അവിടെ ഇൻസെക്റ്റുകളെ, കീടങ്ങളെ ആകർഷിക്കും. ഒരിക്കലും മുറിവുണ്ടാക്കരുത്. അപ്പോൾ ഇതുപോലെ ആ മുറിവ് കൂടി ഫംഗസ് കയറും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇടുമ്പോൾ ഒരു 45 പെട്ടെന്ന് നമ്മൾ കുമ്മായി ഇടുമ്പോൾ pH കയറി 11 വരെ. നമുക്ക് 7 വേണ്ടത്. ഇത് 7 പോയി 8 പോയി 9 പോയി 10 പോയി 11 പോയി. ഈ 11ൽ പോയിട്ട് അത് പിന്നെ പെട്ടെന്ന് എത്രയിൽ വന്നിരുന്നോ അത്രയിൽ വന്നിരിക്കുന്നു. അതായത് ഏതാണ്ട് ഒരു 45 ദിവസം വരെ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ ഈ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായം ചേർത്താൽ ഉള്ള പ്രശ്നം. അതിനിപ്പോ യൂണിവേഴ്സിറ്റി തലത്തിൽ പറഞ്ഞു വരുന്നത് എന്താ? പച്ചക്കക്ക ഇട്ട് കൊടുക്കുക എന്നാണ്. ഈ പച്ചക്കക്ക നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ എന്താ ഗുണം? ഏറ്റവും പ്രധാനമായിട്ട് അതിന് ചൂടില്ല. ഒന്ന്. രണ്ടാമത്തെ ഞാൻ കുമ്മായം ഇട്ടപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, കുമ്മായം ഇട്ടാല് എത്ര നാൾ കാത്തിരിക്കണം വളമിടാൻ? 15 ദിവസം വെയിറ്റ് ചെയ്യണം. എന്നാലേ അത് ആ മണ്ണിൽ ചേർന്ന് എന്നിട്ട് ആദ്യം അത് തുടങ്ങുക ചെയ്യണം. പക്ഷെ നമ്മൾ ഈ പച്ചക്കക്ക ഇട്ട് കൊടുത്താൽ ആദ്യത്തെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളത്തിന്റെ കൂടെ തന്നെയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ ഗുണം നമ്മൾ ഇത് ഇടുമ്പോൾ ഒരു 1-1.5 വർഷം വരെ അത് 7. മൂന്നാമത്തെ കാര്യം ഇത് വന്ന് 7 വന്നാൽ 7 വന്നാൽ ഇതിന്റെ പ്രവർത്തനം നിന്നിട്ട് 7 തന്നെ നിലനിൽക്കും. മറ്റത് 8-9 നമുക്ക് 7 പാടുള്ളൂ. 8-9 ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിര ഉൾപ്പെടെ സൂക്ഷ്മജീവികളെല്ലാം ഗുണമാണ്. അപ്പം ഏറ്റവും പ്രധാനം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഏറ്റവും 2 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കരുത്. ഒരു ജൈവാംശവും നമ്മൾ കത്തിക്കരുത്. അതെല്ലാം കമ്പോസ്റ്റ് ആക്കി മണ്ണിലിട്ട് കൊടുക്കുക. രണ്ടാമത് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ കുമ്മായം ഇടാൻ പാടില്ല. അതിന് പകരം പച്ചക്കക്ക ഇട്ടു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ജൈവ കൃഷി ഏറ്റവും പ്രധാനം മണ്ണിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് പച്ചക്കക്ക. രണ്ടാമത് മണ്ണിലെ കാർബൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു കെമിക്കൽ നെയിമാണ് നിങ്ങൾ കേൾക്കുമ്പോൾ കാർബൺ. പക്ഷെ അത് കാർബൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവ തന്നെയും ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളും അവ തന്നെയും മണ്ണിൽ അടിഞ്ഞു ചേരുന്നതാണ് ഈ കാർബൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ കറുത്തിരിക്കണ ഈ കരിയല മറ്റേ അത് എല്ലാത്തിൻ്റെ ചാണകം അത് ഇതെല്ലാം മണ്ണിൽ ധാരാളം ചെല്ലുന്നത്. എത്രത്തോളം മണ്ണിൽ ജൈവാംശമുണ്ടോ അത്രത്തോളം വേരുകൾ നല്ല രീതിയിൽ മണ്ണിൽ വീഴും. രണ്ടാമത്തെ കാര്യം എന്താ? വെള്ളത്തെ പിടിച്ചു വെക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്താ? സൂക്ഷ്മജീവികളോട് വളരും. സൂക്ഷ്മജീവികൾ ഞാൻ പറഞ്ഞു ഈ 7 വളരുന്ന സൂക്ഷ്മജീവികൾ പലതരത്തിലുണ്ട്. 6 വളരുന്നത് ഒരു പറ്റം സൂക്ഷ്മജീവികൾ, 5 വളരുന്നത് വേറെ, 7 വളരുന്നത് വേറെ. പക്ഷേ ഇപ്പൊ നമ്മുടെ മണ്ണ് എവിടെ നോക്കിയാലും അതിന്റെ pH 4.5 ഇവിടെ മുഴുവൻ വളരുന്നത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയൊക്കെ. എന്നാൽ 7 വളരുന്നത് നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികൾ. ഈ സൂക്ഷ്മജീവികൾ എന്താ ഉപകാരപ്രദം എന്ന് പറയാം? അതായത് നമ്മൾ ഇടുന്ന വളം ഒരിക്കലും ചെടികൾ നേരെ എടുക്കില്ല. ചെടികൾക്ക് അങ്ങനെ നേരെ വലിച്ചെടുക്കാൻ പറ്റില്ല. ഇത് സൂക്ഷ്മജീവികളും അവിടെ പ്രവർത്തിച്ച് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കണം. എന്നാലേ ചെടികൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേണ്ട സൂക്ഷ്മജീവികൾ അവിടെ വളരുന്നത് നമ്മൾ 7 എന്ന pH വളരുന്ന സൂക്ഷ്മജീവികൾ. അപ്പം ഞാൻ പറഞ്ഞു pH ബാലൻസ് ചെയ്യുക. രണ്ടാമത് കാർബൺ, ഓർഗാനിക് കാർബൺ എന്ന് പറയുന്നത് ജൈവാംശം. എത്രത്തോളം ജൈവാംശം മണ്ണിൽ ഇട്ട് കൊടുക്കാവോ അത്രത്തോളം മണ്ണിൽ കൊടുക്കും. മൂന്നാമത്തത് കൊഴുപ്പ്. നമുക്കറിയാം ഒരു തെങ്ങിനെ സംബന്ധിച്ച് അതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്നതാണ് അവസാനം കിട്ടുന്നത് എന്താ? ഏതാ? തേങ്ങ, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു ഫാറ്റാണ്, മനസ്സിലായോ? ഈ ഫാറ്റ് കിട്ടാൻ നമ്മൾ മണ്ണിലേക്ക് കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് കിട്ടാൻ മണ്ണിലേക്ക് നമ്മൾ കൊഴുപ്പ് കൊടുക്കും. അപ്പൊ ഈ കൊഴുപ്പ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജീവജാലങ്ങൾ ചത്തു മണ്ണിൽ ചേരണം.
അതിന് നമ്മൾ മീനിന്റെ വേസ്റ്റ് കൊടുക്കാം, ഇറച്ചിയുടെ വേസ്റ്റ്, അതുപോലെ തന്നെ ഇപ്പൊ മണ്ണിര തന്നെ ഒരു നല്ലത്. നല്ലോണം മണ്ണിര ഇട്ടേ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കിടക്കും. അപ്പൊ മാക്സിമം ജീവജാലങ്ങളുടെ വേസ്റ്റ് മണ്ണിൽ കൊടുക്കണം. അതാണ് വേണ്ട കൊഴുപ്പ്. പിന്നെ വേണ്ടത് പ്രോട്ടീൻ. ഈ കൊഴുപ്പ് എന്തിനാ വേണ്ടതെന്ന് അറിയാം? ഒരു ചെടിയുടെ ഇല നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു വാക്സ് കോട്ടിങ് ഉണ്ടാവും. എല്ലാ ചെടികളും പ്ലാവിന്റെ നമ്മളൊരു താമരയിലയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്ത് സംഭവിക്കും? അത് തെറിച്ചു പോകുന്നതാണ് അല്ലേ? ഒരിക്കലും അത് അകത്തോട്ട് പോകും. അത് അതിന്റെ മുകളിൽ ഇലയുടെ മുകളിൽ ഒരു വാക്സ് കോട്ടിങ് ഉള്ളതുകൊണ്ടാണ്. ഇത് താമരയെ പോലെ തന്നെ എല്ലാ ചെടികളിലും വേണം. ഇത് ഇല്ലാന്ന് വെച്ചാൽ ഫസ്റ്റ് മഴയിൽ തന്നെ ചെടികളുടെ ഉള്ളിലേക്ക് വെള്ളം കയറി ലീഫ് ടീച്ചിങ് പോകും. അതായത് ആ ചെടി പെട്ടെന്ന് മഞ്ഞടിച്ച് നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം കാറ്റ് മണി കൊടുത്താലേ ഇലകളുടെ മുകളിൽ ഒരു വാക്സ് കോട്ടിങ് ഉണ്ടാവുകയും വെള്ളം അതിന്റെ മുകളിൽ വീഴുമ്പോൾ അത് തെറിച്ചു പോകുകയും. എന്നാൽ ഇലകളുടെ അടിയിൽ എന്താ ഉള്ളത്? സുഷിരങ്ങളാണ്. നമുക്ക് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് വിനിമയം നടത്തുന്നത് ഇലകളുടെ അടിയിലുള്ള അതിന് പറയുന്നത് സ്റ്റൊമാറ്റ, സുഷിരങ്ങൾ, ചെറിയ സുഷിരങ്ങൾ. ആ സുഷിരങ്ങളിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിനിമയം നടത്തുന്നത്. പക്ഷെ അവിടെ സുഷിരങ്ങളുണ്ട്, അവിടെ വേണം. പക്ഷേ ഇലകളുടെ മുകളിൽ ഒരു വാക്സ് കോട്ടിങ് ആണ് അതിന് വേണ്ടി കൊടുക്കുക. പിന്നെ വേണ്ടത് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ? ഏത് ചെടിയും പൂക്കാനായിട്ട് വേണ്ടതാണ് പ്രോട്ടീൻ. നമ്മൾ അമിനോ എന്ന് പറയും. അമിനോ നമ്മൾ ഈ പിണ്ണാക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജൈവത്തിൽ പറയുമ്പോൾ വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, പലതരത്തിലുള്ള കുങ്ങാമിയ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം പിണ്ണാക്ക്, എണ്ണൊക്കെ പിണ്ണാക്കുണ്ട്. എല്ലാ പിണ്ണാക്കുകളും മാക്സിമം മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ചെടികൾ പൂക്കും. അതായത് ചെടികളിലെ അമിനോ ആസിഡ് ഉണ്ടാവും. അമിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പ്രോട്ടീനാണ്. പിന്നെ വേണ്ടത് യൂറിയ, നൈട്രജൻ. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നമ്മുടെ മണ്ണിലെ ഇലകളിൽ നിന്നും എല്ലാം കിട്ടുന്ന ഒന്ന് തന്നെയാണ് നൈട്രജൻ. ഇപ്പൊ ഈ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം എന്താണ് യൂറിയ. എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമോ? അതായത് മൂത്രത്തിൽ നിന്നാണ് കൂടുതൽ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗോമൂത്രത്തിനാണ് ഏറ്റവും. പലരുടെയും വിചാരം ചാണകത്തിനാണ് ഭയങ്കര വളം അല്ലേ? ചാണകത്തിനാണോ ഗോമൂത്രത്തിനാണോ? ഗോമൂത്രം. പക്ഷെ ഡൈല്യൂട്ട് ചെയ്യണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂറിയ ഉണ്ട്. മനസ്സിലായോ? ഈ യൂറിയ ഡൈല്യൂട്ട് ചെയ്ത് ചെടികളിലേക്ക് ഒഴിച്ചു 10 ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ യൂറിയ ഞാൻ പറഞ്ഞ യൂറിൻ ഉണ്ട്. പശുവിന്റെ ഗോമൂത്രത്തിലുള്ളതാണ് യൂറിയ. ഈ യൂറിയ നമ്മൾ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കും. പക്ഷെ പക്ഷികൾ മൂത്രം ഇല്ല. പക്ഷെ പക്ഷികളുടെ കാട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഒരു വൈറ്റ് പോർഷൻ ഉണ്ട് അല്ലേ? അത് കോൺസെൻട്രേറ്റഡ് യൂറിയാണ്. അപ്പൊ നമ്മൾ പക്ഷികളുടെ കാട്ടം മണ്ണിലേക്ക് കൊടുക്കുമ്പോഴും യൂറിയ ചെടികളിലേക്ക് കിട്ടും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ജൈവ കൃഷിയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടിക്ക് വേണ്ട പ്രധാന കാര്യങ്ങൾ. മണ്ണിന്റെ pH, മണ്ണിലെ കാർബൺ, ചെടികൾക്ക് വേണ്ട യൂറിയ, ചെടികൾക്ക് വേണ്ട കാർബൺ, മനസ്സിലായോ? ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ, ഇതെല്ലാം ജൈവ രീതിയിൽ കൊടുക്കണം. പലപ്പോഴും പച്ചില മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല. ഇല്ല, ഈ എല്ലാവരും ചെയ്യുന്ന തന്നെ കുറച്ച് ചാണകം ഇടും. ചാണകം ശരിക്കും പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. കുറച്ച് വെള്ളത്തെ പിടിച്ചു വെക്കുന്നു, കുറച്ച് സൂക്ഷ്മജീവികൾ വളരുന്നു എന്നുള്ള അതിനകത്ത് ഒരുപാട് കണ്ടെത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഗോമൂത്രത്തിലാണ് അതിന്റെ ഇരട്ടി. അപ്പൊ എല്ലാവരുടെയും വിചാരം കുറച്ച് ചാണകമോ കുറച്ച് ചാരം. പിന്നെ ചാരം ആക്ച്വലി പൊട്ടാസ്യത്തിന്റെ കലവറയാണ്. പക്ഷേ നമുക്കറിയാം എന്തോരം നമ്മൾ സേവ് ചെയ്താൽ ചാരം കിട്ടുന്നത്. ഇപ്പം ഒരു കരിയില എന്ന് പറഞ്ഞാൽ ഊർജം സംഭരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഭൂമിയിൽ ആകെപ്പാടെ ഒരേ ഒരു ഊർജമേ ഉള്ളൂ. അതേതാ? സൗരോർജം മാത്രമേ ഉള്ളൂ. ഈ സൗരോർജത്തെ പിടിച്ചു വെക്കാനായിട്ട് പറ്റുന്നത് ഒരേ ഒരു സാധനം. ഏതാണ്? ചെടികൾക്ക് മാത്രമേ സൗരോർജം. ഈ മറ്റേ സോളാറൊക്കെ ഉണ്ടാക്കില്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ലിവിങ് തിങ്സിൽ നമുക്ക് സൗരോർജത്തെ വലിച്ചെടുക്കാൻ പറ്റിയത് ചെടികളാണ്. ഈ ചെടികൾ അവരുടെ ഇലകളിൽ കൂടി സൗരോർജത്തെ വലിച്ചെടുത്ത് അവ ശേഖരിച്ചു വെക്കും. നമ്മളിപ്പം ഒരു ഇല കൊത്തിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഏതാ? ചാരം.
അല്ല, നമുക്ക് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സൗരോർജം കിട്ടും ഇല്ലേ, പ്രകാശം കിട്ടും. അതോടൊപ്പം പിന്നെ എന്നാ കിട്ടുന്നത്? ഹീറ്റ്, താപോർജവും കിട്ടും, പ്രകാശോർജവും കിട്ടും. അപ്പൊ ഇത് രണ്ടും വേസ്റ്റ് ആയി പോകും നമ്മൾ കത്തിക്കുമ്പോൾ. ഇതിനകത്ത് സംഭരിച്ച് വെച്ചിരിക്കുന്ന ഊർജമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഊർജം രണ്ടും നമ്മൾ കത്തിക്കുമ്പോ ഇത് വേസ്റ്റ് ആയി. എന്നാലും ഇത് മണ്ണിലേക്ക് ചേരുവാൻ നോക്കും. മണ്ണിലേക്ക് ചേർന്നാൽ ഈ ഊർജം മുഴുവനും മണ്ണിലുണ്ടാവും. മണ്ണിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഊർജമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെടികളിലും എല്ലാത്തിനും കായ്ഫലവും വളർച്ചയ്ക്കും ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ കത്തിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ അവസാനം എന്തോരം കത്തിച്ചാൽ വളരെ കുറച്ച് ചാരം മാത്രമേ കിട്ടൂ. അത് ശരിക്കും അതിനകത്തെ പല ഇതും പോയി, മിനറൽസും പോയി, ആകെപ്പാടെ കുറച്ച് നമുക്ക് പൊട്ടാസ്യം കിട്ടും. പക്ഷെ നമ്മൾ ഈ എന്തോരം ബൾക്കായിട്ട് കൊടുത്താലേ അതിനകത്ത് കിട്ടുള്ളൂ ചാരം. അതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കുക. ഈ ഇതെല്ലാം നമ്മൾ കഴിയുന്നത് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതൊന്നും ഇനിയിപ്പോ പറയാൻ സമയമില്ല, കുറെ ഉണ്ട് അതിന്റെ മെത്തേഡ്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ജൈവകൃഷി ആദ്യമായിട്ട് തുടങ്ങാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനം ജൈവകൃഷി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മനസ്സാണ്. നമുക്കൊരു മനസ്സ് വേണം. ഇപ്പൊ ആദ്യമേ ഒരിച്ചിരി പോയി അങ്ങനെയൊക്കെ വന്ന് അതിൽ നിന്ന് ഫെഡപ്പാവാതെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് അത് ആക്കാൻ ശ്രമിക്കാൻ കുറച്ച് അറിവും വേണം. അതോടൊപ്പം തന്നെ അത് ചെയ്യാനുള്ള മനസ്സുണ്ട്. ശരിക്കും ജൈവകൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ല ആരോഗ്യമാണ്. ഇതൊന്നും ടോക്സിക് അല്ല. നമ്മൾ ശരിക്കും ഒരു സാധനങ്ങളും വിഷാംശമല്ല, വിഷമല്ല. പക്ഷെ രാസവള കൃഷി ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് അലക്സും മഞ്ഞും ഒക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ. വല്ലത് ഇന്നാള് ഒരാൾ പയർ കുറച്ച് അവിടെ വെച്ച് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പയർ കൊണ്ട കൊടുക്കാൻ പോയി. അവിടെ ഇരുന്ന വെള്ളത്തിൽ അതിന്റെ അപ്പം വന്നിട്ട് വെറുതെ ഒന്ന് മുഖം കഴിയാം. അപ്പോഴേ തരാറ് അത്രയ്ക്ക് ഭയങ്കര കൂടിയ വിഷമാണ്. ഇങ്ങനെ ഓരോ സാധനത്തിലും ഭയങ്കരമായ വിഷം. ഇപ്പൊ ഈ ചൂടാനെന്നൊക്കെ പറഞ്ഞിട്ടത് ഈ കൂമ്പില്, വാഴക്കൂമ്പില് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ പറയുമ്പോ എന്താ, നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ ശരിയായിട്ടുള്ള രീതിയിൽ ജൈവകൃഷി ചെയ്യുവാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു മണ്ണിന്റെ pH ബാലൻസ് ചെയ്യുക. pH ബാലൻസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കണം. നമുക്ക് പരിശോധിക്കണം. അത് നമുക്ക് പരിശോധിക്കാതെ എല്ലായിടത്തും 4.5 നമ്മൾ പരിശോധിച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞില്ലേ പച്ചക്കക്കായിട്ട് അത് അപ്പം പച്ചക്കക്ക ഇട്ട് കൊടുത്ത് ആദ്യമേ അതിന്റെ pH ബാലൻസ് ചെയ്യാം ഫസ്റ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞ എന്താ, ഓർഗാനിക് കാർബൺ മാക്സിമം. ഓർഗാനിക് ശരിക്കും നമ്മുടെ മണ്ണിലൊക്കെ 5% അതെ 3% എങ്കിലും ഓർഗാനിക് കാർബൺ വേണം. കാരണം നമ്മുടെ മണ്ണ് കറുത്ത് വരണം. അതാണ് കറക്റ്റ്. നല്ല കറുപ്പ് തരണം. പക്ഷെ നമ്മുടെ മണ്ണൊക്കെ ഇപ്പോഴും ചുമന്ന് അതെന്തുകൊണ്ടാണ്? അതിനകത്ത് ജൈവാംശം ഇല്ല. ഞാൻ പറഞ്ഞ ഈ ഓർഗാനിക് കാർബൺ ഇല്ല. അപ്പൊ ഓർഗാനിക് കാർബൺ മാക്സിമം മണ്ണിൽ ഇട്ട് കൊടുക്കും. അപ്പൊ രണ്ടാമതാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞാൽ മീനുകളുടെ വേസ്റ്റ്, അതുപോലത്തെ കഴിയുന്ന വിസർജ്യങ്ങൾ, കാടയുടെ നട്ടം, അങ്ങനത്തെ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് യൂറിയ. അങ്ങനെ ചെടികൾക്ക് വേണ്ട എല്ലാം ജൈവ രീതിയിൽ കൊടുത്തു വേണം നമ്മുടെ കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഞാനൊരു കമ്പനിയുടെ ഇപ്പൊ ട്രെയിനറായിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കക്ക പൊടിച്ചിട്ട് ഓർഗാനിക് കാർബണും, അതുപോലെ തന്നെ നമ്മൾ കടലിലെ ഒരുതരം പ്രത്യേക സീവീഡ് ജെൽ എന്ന് പറയും. പങ്കസം സീവീഡ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇന്ന് നമുക്കുള്ള സൂക്ഷ്മ മൂലകങ്ങളൊന്നും നമ്മുടെ മണ്ണിലില്ല. നമുക്കറിയാം ഒരു ചെടികൾക്ക് വേണ്ടത് എന്തൊക്കെയാ? ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. NPK നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് കഴിഞ്ഞ് ദ്വിതീയ മൂലകങ്ങളുണ്ട്. രണ്ടാമത്തെ സെറ്റ് അതേതാ? കാൽസ്യം, മാഗ്നീഷ്യം, സൾഫർ. പിന്നെ വേണ്ടത് 14 മൂലകങ്ങൾ. അതിനെ പറയുന്ന സൂക്ഷ്മ മൂലകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്. ഇത് പക്ഷെ വളരെ കുറച്ച് മതി. അത് ഉപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഉപ്പ് നമ്മൾ ഒരു കറിയിൽ ഇട്ടില്ലെങ്കിൽ എന്താ, അതിന് ടേസ്റ്റ് ഇല്ല. അതുപോലെ തന്നെയാണ് സൂക്ഷ്മ മൂലകങ്ങൾ. സൂക്ഷ്മ മൂലകങ്ങൾ നമ്മുടെ മണ്ണിലില്ലെങ്കിൽ പലതരം. നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ക്ലോറോണാണ്.
ഇല്ലേ? ഈ ബോറോൺ നമ്മുടെ മണ്ണിൽ നിന്ന് കുറഞ്ഞാൽ എന്താ പറയുക, തേങ്ങ പേടായിട്ടിരിക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഏത് നോക്കിയാലും വിണ്ടിരിക്കും, അല്ലെങ്കിൽ ഡിഫോമിറ്റി. ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഷെയ്പ്പൊക്കെ വേറെ പോലെ ഇങ്ങനെ ഇതെല്ലാം എന്തിൻ്റെ ബോറോൺ എന്ന ഒരു വളരെ കുറച്ച് മതി ആ കൃഷ്ണ മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പൊ പിന്നെ സിങ്കിന്റെ ഒക്കെ ഉണ്ട്, എന്നാലും ബാക്കിയെല്ലാം തന്നെ നമ്മുടെ മണ്ണിൽ ഒരു ഉണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ 17 മൂലകങ്ങൾ വേണം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, സൾഫർ, അതിന്റെ സൂക്ഷ്മ മൂലകങ്ങൾ 14. ഇതെല്ലാം ജൈവ രീതിയിൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു കൃഷിയിലേക്ക് ശരിക്കും ജൈവമാണെങ്കിലും രാസമാണെങ്കിലും അതെല്ലാം മണ്ണിൽ ചെന്നാലേ നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാസവളത്തിൽ ചെയ്യുന്ന ഒരു ഫ്രൂട്ടും ജൈവവളത്തിൽ ചെയ്യുന്ന ഫ്രൂട്ടും, ഒരു പഴം എടുത്താൽ നമുക്ക് ഒരു പൂവപ്പഴം എടുത്തു നോക്കും, നിങ്ങൾ രാസവളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം സൈസിൽ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ കാര്യം ഷെൽഫ് ലൈഫ്, അതായത് സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന അത്ര നാള് ഇരിക്കുന്ന എന്താണ് ഷെൽഫ് ലൈഫ്, അത് കൂടുതലായിരിക്കും. ഇതെല്ലാം ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിലേക്കുള്ളത് കൊടുത്താൽ, നമുക്കിപ്പം വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യണമെന്നില്ല, നമുക്ക് വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാം. ഇപ്പൊ ചീര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തോരം വിഷം വരുന്നത്, ഏറ്റവും വിഷം അടിച്ചു വരുന്നു. കറിവേപ്പില, ചീര, പച്ചമുളക്, വെണ്ടയ്ക്ക, ഇതെല്ലാം ശരിക്കും ജൈവ രീതിയിൽ നമുക്ക് വലിയ പാടൊന്നും ഇല്ലാതെ ഇരിക്കുക. ആദ്യമേ ചെയ്യേണ്ടത് പിന്നിച്ച് ബാലൻസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജൈവ വളങ്ങൾ, ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇറച്ചിയും മീനും ഒക്കെ കഴിവൂലേ, ഇതിൻ്റെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പല വീടുകളിൽ ഇപ്പോൾ ആട്, പശു അങ്ങനെയൊന്നും ഇല്ല, കോഴിയൊന്നും ഇല്ല, എങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അതും എല്ലാം കമ്പോസ്റ്റ് ചെയ്ത് ഇതിടാം. എന്ത് പറഞ്ഞാലും ഏറ്റവും പ്രധാനമായിട്ട് മണ്ണിൻ്റെ പിരിച്ച് ബാലൻസ് ചെയ്യുക, മറ്റു വേണം കൃഷി തുടങ്ങാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ആദ്യമേ നമുക്കുള്ളത് pH ബൂസ്റ്ററാണ്. pH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ കടലിലെ മുരിങ്ങക്കക്ക എന്ന് പറയും. മുരിങ്ങക്കക്ക എന്ന് പറഞ്ഞാൽ വേറെ 2 തരം കക്കയുണ്ട്. കായലിലെ കക്കയുണ്ട്, കായലിലെ കക്ക എത്തുന്നൊക്കെ പറയും. അതെന്താ ഭയങ്കര ഹാർഡാണ്, നമ്മുടെ മണ്ണിലേക്ക് ഇട്ടാൽ പെട്ടെന്നൊന്നും ചേരില്ല. പക്ഷേ ഈ കടലിലെ മുരിങ്ങക്കക്ക എന്ന് വെച്ചാൽ ഇത്രയും വലിപ്പമുള്ളൂ. അത് നമ്മളിങ്ങനെ ചോക്ക് പോലെ ഉരച്ചാൽ പോലും ഉരഞ്ഞു വരും പച്ചയ്ക്ക്. അതാണ് ഏറ്റവും പ്രധാനം. കടലിലെ മുരിങ്ങക്കക്ക, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓർഗാനിക് കാർബൺ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സൂക്ഷ്മ മൂലകൾ സർദാസം സീവീഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കടൽപ്പായകൾ, ഇതെല്ലാം കൂടി കൂട്ടി ചേർത്ത് വരുന്നതാണ് pH ബൂസ്റ്റർ. രണ്ടാമത്തത് ഞാൻ പറഞ്ഞ 2 തരം വളമുണ്ട്. ഒന്ന് നമുക്ക് ചെടികൾ പൂക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. പൂക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന വളങ്ങളിനകത്ത് കുഞ്ഞു മീനിൻ്റെ വേസ്റ്റ്, വലിയ വലിയ എക്സ്പോർട്ട് ചെയ്യുന്ന മീനിൻ്റെ വേസ്റ്റ്, ചെറിയ മീനുകൾ, 3 തരം പിണ്ണാക്ക്, അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബൺ, പല പശുവിൻ്റെ മറ്റേ കാടയുടെ, കോഴിയുടെ എന്തെല്ലാം കാട്ടം എല്ലാം കൂടി. പക്ഷെ മണമൊന്നുമില്ല. എന്ത് സാധനമാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് കമ്പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ അതിന് മണം ചൂടും കണക്കില്ല. നിങ്ങൾ ഏത് സാധനം വെച്ചോ, നിങ്ങൾ കമ്പോസ്റ്റിംഗ് വെച്ചോ, കമ്പോസ്റ്റിംഗ് നടത്തി അതിന് ചൂടോ അതല്ലെങ്കിൽ മണമോ അല്ലെങ്കിൽ പുഴുക്കളോ ഉണ്ടെങ്കിൽ കമ്പോസ്റ്റിംഗ് കംപ്ലീറ്റ് അല്ലെന്നാണ്. ഏത് സാധനം കമ്പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് ചൂടും കാണില്ല, മണവും കാണില്ല, ചൂടും കാണില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനിന്റെ ഒക്കെ വേസ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്തിലേക്ക് പറയുന്ന മണവും ചൂടും ഒക്കെ വരും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ 2 വളങ്ങളുടെ ഒന്ന് ബയോ പവറാണ്. ബയോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 3 തരം പിണ്ണാക്ക്, അതുപോലെ മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി കൂട്ടിക്കലർത്തി, അതായത് പ്രപ്പോർഷനിൽ തന്നെ ചേർത്ത ഒരു സമ്പൂർണ്ണ വളമാണ്. ഇത് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിനും വെജിറ്റബിൾസിനും ഏതിനാണെങ്കിലും മണ്ണിലിട്ട് കൊടുക്കാം. പിന്നെ ഭൂമിത്ര എന്ന് പറഞ്ഞൊരു വളമുണ്ട്. അത് ശരിക്കും നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ, ചെടികൾ വളരുന്ന സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കുണ്ട്, നിങ്ങൾ കേട്ട് കാണും, പലപ്പോഴും പല ചെടികളിലും മഞ്ഞളിപ്പ് കാണാം ഇല്ലേ, നരച്ച പോലെ. അത് ഒരു മൂലകത്തിന്റെ ഡെഫിഷ്യൻസി. ഏതാ അറിയാമോ? മെഗ്നീഷ്യം എന്ന ഒരു മൂലകത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഒരു മഞ്ഞളിപ്പ് വരുന്നത്. അപ്പം നമ്മൾ ചെടികൾക്ക് മെഗ്നീഷ്യം കൊടുക്കും. മെഗ്നീഷ്യം കൊടുക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ശുപാർശ ചെയ്യുന്ന ഒന്നാണ് എന്താണ്, ഡോളോമൈറ്റ്. കേട്ടിട്ടുണ്ടാവില്ലേ?
പക്ഷേ ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന ഒരു ഡോളമേറ്റും കറക്റ്റായിട്ടുള്ള ഡോളമേറ്റ് ആക്ച്വലി കൃഷിഭവനിൽ നിന്ന് എവിടുന്നാണ്. കാരണം അത് ഇട്ടാലും മഞ്ഞളിപ്പം പോണില്ല, മാത്രമല്ല അത് അടുത്ത വർഷം നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും. ഇത് പല പല വലിയ വലിയ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് അവർ ഇങ്ങോട്ട് പൈസ എടുത്തുകൊണ്ട് പോകണം. അതിനവർക്ക് ചിലപ്പോൾ കുറച്ച് വല്ല ഡോളമേറ്റിൻ്റെ ചേർത്ത് തരുന്നതാണ്. അത് നമുക്ക് MG യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമ്പോൾ പ്രത്യേക വേർത്താറിനായിരുന്നു. വേർത്താർ പ്രത്യേകം അത് നമ്മൾ പരിശോധിച്ച 6% മാത്രമാണ് ശരിയായിട്ടുള്ള ഡോളമേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉണ്ട് ഡോളമേറ്റ്. നമ്മുടെ ഡോളമേറ്റ് ഇപ്പം എത്ര നരച്ചിരിക്കുന്ന അല്ലെങ്കിൽ എത്ര മഞ്ഞളിച്ചിരിക്കുന്ന ഒരു ചെടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ചെടി നല്ല രീതിയിൽ പച്ചച്ചു. അതായത് ആ മഗ്നീഷ്യത്തിന് ഡെഫിഷ്യൻസി മാറും 22% കഴിഞ്ഞു. ഇത് ശരിക്കും രാജസ്ഥാനിൽ നിന്ന് വരുന്ന പ്രത്യേകതരം പാറമുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് അടിസ്ഥാന വളങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നല്ല രീതിയിൽ വേര് വളരാനുള്ള ശ്രമിക്കുന്നുണ്ട്, ചെടി തന്നെ നന്നായിട്ട് വളരാനുള്ള പഠിപ്പിക്കുന്നുണ്ട്, പൂക്കാതെ നിൽക്കുന്ന ഏതും പൂക്കാനുള്ള അമിനോ ഉണ്ട്, പൂക്കൾ പൊഴിഞ്ഞു പോകാനുള്ള ഇതൊക്കെയാണത്. മൈക്രോ സൂക്ഷ്മമൂലങ്ങളുടെ കൂട്ടുണ്ട്, അതോടൊപ്പം തന്നെ ചീകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ചെടിക്ക് വേണ്ട എല്ലാ വളങ്ങളും പിന്നെ എഫക്റ്റിൽ നിന്ന് പഠിപ്പിക്കും പിന്നീട് ചെടി നല്ല രീതിയിൽ വേര് വരാനും വളരാനും കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലത് നമുക്കിന്ന് ഏറ്റവും പ്രശ്നക്കാരായിട്ട് ഫംഗസ് ഇല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗസ് ജാതി കർഷകർക്കറിയാം. ജാതിക്കാൻ മുഴുവൻ പൊട്ടി പോകുന്നു ഇല്ലേ. ഈ തെങ്ങിൽ നിന്ന് ഒരു തെന്നീരൊലിപ്പെന്ന് പറയും, ഒരു ദ്രാവകം പൊലിച്ചു വരുന്നു. അത് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഫംഗസാണ്. ആ ഫംഗസിന് പ്ലാവിനൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. പിന്നെ ചക്ക കറുത്ത് കത്തും. ചക്ക ശരിക്കും പഴുക്കൂല. വിയറ്റ്നാം സൂപ്പർ അവിടെ ഇപ്പോൾ ഒത്തിരി പേരുടെ കംപ്ലൈൻറ്റ് എനിക്ക് വരുന്നു. അതായത് അതിൻ്റെ അകത്ത് അതൊക്കെ ആക്ച്വലി തുടക്കം മുതലേ നമ്മൾ ആ വേസ്റ്റ് ആയിട്ടെല്ലാം വെട്ടി മാറ്റിയിട്ട് ഈ ട്യൂബർക്ലസ് എന്നാണ് നമ്മുടെ ഫംഗസ്. ശരിക്കും നമ്മളെപ്പോഴും പലരും പറയും നമ്മളുടെ ഈ ചുണ്ണാമ്പും കുരിശും കൂടി കൊടുക്കും അല്ലേ, അത് അടിച്ചാൽ മതി. അതും നമ്മുടെ ട്യൂബർക്ലസും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോൺടാക്ട് ഫംഗ്ഷൻ. അതായത് നമ്മൾ എവിടെ അടിക്കുന്നോ അവിടുത്തെ പോകും. പക്ഷേ ഈ ട്യൂബർക്ലസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമിക് ഫംഗ്ഷൻ. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ചെടി തന്നെ വലിച്ചെടുക്കും. ചെടി വേര് കൂടി വലിച്ചെടുത്തിട്ട് ഇതിനെ പ്രവർത്തിക്കും. അതാണ് തമ്മിലുള്ള ബോർഡോ മിശ്രിതം എന്ന് പറയുന്നത്. അറിയോ? ബോർഡോ മിശ്രിതവും ഇതുമായിട്ടുള്ള വ്യത്യാസമാണ്. അപ്പം ഇങ്ങനെ ട്യൂബർക്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും PGR പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പിന്നെ നമുക്ക് ഒരു ചെടിയിൽ നല്ല രീതിയിൽ പൂക്കാനും വളരാനും ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന 2 വളങ്ങളുണ്ട്. ബയോ ഗ്രോത്ത് ഇതൊരു ഡോക്ടർ കണ്ണൻ എന്ന് പറയുന്നൊരു ഡോക്ടർ എന്നൊക്കെ ഇപ്പോൾ വലിയ വേൾഡിലെ തന്നെ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ എന്താ വന്നതെന്ന് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അതെ നമ്മുടെ ഈ അബിയു എന്ന് പറഞ്ഞൊരു പലപ്പോഴും അത് ചിലപ്പോൾ പൂത്തിട്ട് കായ്ക്കും. കഴിഞ്ഞ തവണ ഞാനിത് 3 തവണ അടിച്ചു. നിറഞ്ഞ കായായിരുന്നു. നിറഞ്ഞെന്ന് പറഞ്ഞാൽ ആ മരം തന്നെ കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കായും. അതുപോലെ തന്നെ ഈ സ്വീറ്റ് ബ്ലൂബി അതിലും പലരും പറയുന്ന കംപ്ലൈൻ്റ് ആണ്. അതുപോലെ സപ്പോട്ടയിലൊക്കെ ഈ മരുന്ന് 2 കൂടി അടിച്ചു കഴിഞ്ഞാൽ 2 മരുന്നുകളുടെ കോമ്പിനേഷൻ പത്രപോഷണം എന്ന് പറയും. അതായത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു വളമാണ്. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ 2-3 ഗുണമുണ്ട്. ഒന്നാമത് നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ 40% വേസ്റ്റ് ആയിരിക്കും, 60% മാക്സിമം കിട്ടും. രണ്ടാമത്തെ കാര്യം അത് സമയമെടുക്കും ചെടികൾ. പക്ഷേ ഈ പത്രപോഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇലകളുടെ അടിയിലെ ടൊമാറ്റോ എന്ന് പറഞ്ഞു അതിലേക്ക് അതിൽ കൂടി ചെടി വലിച്ചെടുക്കും. ഇത് വലിച്ചെടുത്തുകൊണ്ട് ഏതാണ്ട് 40 മണിക്കൂറിൽ തന്നെ ചെടിക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ഗുണം. രണ്ടാമത്തെ കാര്യം 95% ചെടിക്ക് കിട്ടും. മൂന്നാമത്തെ കാര്യം വളരെ കുറച്ച് മതി. ഇത് മണ്ണിൽ കൂടി പോകുമല്ലോ, ഇത് മണ്ണിൽ കൂടി പോകില്ല, പത്രപോഷണത്തിൽ കൂടി തന്നെ. പിന്നെ നമുക്ക് ചെടികളിൽ ഏറ്റവും പ്രശ്നക്കാരായ 3-4 കാര്യങ്ങൾ സക്കിംഗ് പെസ്റ്റ്, അതായത് നീരൂറ്റി കുടിക്കുന്നത് ഇല്ലേ. നമ്മളറിയില്ല ചാടി അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് അത് മുഴുവൻ നീരൂറ്റി കുടിച്ച് കുരുമുളകിൻ്റെ ഒക്കെ ഏറ്റവും പൂമ്പ് ഉണക്കി കളയുന്നുണ്ട്. ആർക്കും അറിയില്ല, ഇതിനെ കാണാറില്ല. രാത്രിയാ വന്നു. അതുപോലെ വയറ് നീരൂറ്റി കുടിക്കുന്ന വർഗ്ഗങ്ങൾ. രണ്ടാമത്തെ ഇല തിന്ന് നശിപ്പിക്കുന്നു, കണ്ടു തുരക്കുന്നു. പിന്നെ ഏറ്റവും പ്രശ്നം വേര് തിന്നു, വേരിൽ തിന്ന് നശിപ്പിക്കും. അപ്പം ഇതുപോലെ
അതുപോലെ ഇലതീനി പുഴുക്കള്, തണ്ട് തെറുക്കൻ, വേര് തീനി പുഴുക്കൾ, ഇതുങ്ങളെ എല്ലാത്തിനെയും മാറ്റാനായിട്ടുള്ള നമുക്ക് ഒരു ഒറ്റ പ്രോഡക്റ്റ്. ഇത് 15 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ചെടിയിൽ സ്പ്രേ ചെയ്തുള്ള ഇതുമാതിരി ഒന്നും വരില്ല. ഈ പച്ചക്കറി കൃഷിക്കാരുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം അതാണ്. ഇപ്പൊ ആരാ എന്നോട് പറഞ്ഞു മുഴുവൻ തിന്നോണ്ട് പോകാം, അല്ലെ ആരായിരുന്നു പറഞ്ഞു ഈ തിന്നോണ്ട് പോകുന്നതിന് ഇത് കൊടുത്തു. അത് പ്യുവറായിട്ടുള്ള ജൈവ, ഇത് ബയോ കൺട്രോളാണ്. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും വേറൊരു ജീവിയെ കൊണ്ട് നമ്മുടെ ജീവിയെ കൊടുക്കും. നമ്മൾ ഈ സാധനം ചെടിയിലേക്ക് കൊടുക്കുമ്പോൾ ഈ ജീവികൾ കീടങ്ങൾക്ക് രോഗം വന്നിട്ട് അത് ചത്തുക. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷം ഒന്നിനും അടിക്കുന്നില്ല. ഇത് നമുക്കൊന്നും ഒരു കാര്യമില്ല. സ്യൂഡോമോണാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, മെറ്റാറൈസിയം, ബുവേറിയ ബാക്ടീരിയ, ബാക്ടീരിയം, ഇതെല്ലാം ബയോ കൺട്രോൾസ് ആണ്. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ചെറിയ തരം ഒരു ഫംഗസ് പോലത്തെ അവയെ കൊണ്ട് ഇതിനെ കൊല്ലുന്നത്. ഈ സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ പയറുവർഗ്ഗ ചെടികളിൽ, അതുപോലെ തന്നെ ഈ വെള്ളരി വർഗ്ഗങ്ങളിൽ, അതോടൊപ്പം തന്നെ ഈ മുളക്, തക്കാളി, വഴുതന, ഇതൊന്നും ഒരേ വർഗ്ഗത്തിൽപ്പെട്ട. നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം കായായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, വാഴുന്നതാണ് അല്ലേ? അനുഭവപ്പെട്ടിട്ടുണ്ടാവും. കായായിട്ട് ഇരിക്കും, നമുക്ക് സങ്കടം തോന്നും. അത് ഈ ബാക്ടീരിയ പാട്ടാണ്. അങ്ങനെ നമുക്ക് ഡിസ്കസ് നമ്മുടെ ടെസ്റ്റ് ഉണ്ട്. അതിനെ മുറിച്ചിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സാധനം കൂടി വരും. ഡിസ്കസ് എന്ന് പറയുന്നത് അതങ്ങനെ. അപ്പോൾ ഇതിപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് ജൈവവളത്തിലെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഞാൻ വെള്ളം സ്പ്രേ ചെയ്തത്. പിന്നെ വേറെ ഒരു നമ്മുടെ ഏറ്റവും എല്ലാവരും മേടിക്കുന്ന ഒന്നാണ് നമുക്ക് തെങ്ങിനും എല്ലാത്തിനും വേണ്ടി എടുക്കുന്ന SPCയുടെ ഹോമിയോ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. 100 ഹോമിയോ ഗുളിക. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാല് അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% തെങ്ങില് കൊമ്പഞ്ചെല്ലി, ചെമ്പഞ്ചെല്ലി, കുമ്പുരിയില്, മണ്ടരി, ചെല്ലിയിലൊലിപ്പ്, കാറ്റ് വീഴ്ച, ഇതുമാതിരിയുള്ള ഒരു പ്രശ്നം വരില്ല. പക്ഷെ അത് ശരിയായിട്ടുള്ള ഉപയോഗിക്കണം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ചെമ്പഞ്ചെല്ലി ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ചെല്ലികൾ 2 തരമുണ്ട്, കൊമ്പഞ്ചെല്ലി, ചെമ്പഞ്ചെല്ലി. കൊമ്പഞ്ചെല്ലി എന്ന് പറഞ്ഞാൽ റൈനോസറസ് ബീറ്റിൽ എന്ന് പറയും. അതായത് അത് കറുത്തിട്ട് അതിന്റെ ഭയങ്കര കണ്ടിട്ടുണ്ടാവുമല്ലോ വണ്ട് പോലെ. ഈ കൊമ്പഞ്ചെല്ലി എന്താന്ന് പറഞ്ഞാൽ അതുങ്ങൾ മുട്ടയിടുന്നത് ജൈവാംശത്തിലാണ്. ജൈവാംശം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ചാണകത്തിലാണ്. ചാണകത്തിൽ അതിന്റെ പുഴു കണ്ടുകാണ്. അപ്പൊ ഈ പലരും ഈ പുഴുവിനെ കൊണ്ട് എന്ത് ചെയ്യും? മനസ്സിലായ? അപ്പൊ തന്നെ അത് അടിയിൽ കൂടി തുരന്ന് കയറും. അത് ഭയങ്കര മണ്ടത്ര ചെയ്യണം. ചാണകം നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ കൊടുത്തോ, പക്ഷേ അതിനകത്ത് വേപ്പും പിണ്ണാക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ചാണകപ്പൊടി ഇട്ടാൽ അതിനകത്ത് എന്തുണ്ടാവും? കൊമ്പഞ്ചെല്ലിയുടെ മുട്ട. കൊമ്പഞ്ചെല്ലിയുടെ മുട്ട ഉണ്ടാവുമ്പോൾ അത് പുഴുവായി വരും. ആ പുഴു നേരെ തന്നെ അത് വളരുമ്പോൾ തന്നെ നിങ്ങളുടെ തെങ്ങുകളെ നശിപ്പിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കൊമ്പഞ്ചെല്ലിയോ ചെമ്പഞ്ചെല്ലിയോ ആണ് നമ്മുടെ നാട്ടിലെ ഈ തെങ്ങ് കൃഷിയെ നശിപ്പിച്ചത്. അതായത് കൊമ്പഞ്ചെല്ലി ഞാൻ പറഞ്ഞു അവിടെയാണ് മുട്ടയിടുന്നത്. ഈ ചെമ്പഞ്ചെല്ലി വളരെ ചെറുത്, അത് മുട്ടയിടുന്ന എവിടെയാണ്? തെങ്ങിന്റെ ആ കാണ്ട ഭാഗത്തിൽ പെറുന്ന് മുട്ടയിടും. അത് മുട്ടയിടുമ്പോ ഒരു തവണ 300 മുതൽ 400 മുട്ട വരെയാണ്. അത് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അത് മുട്ടയിടുന്നത് തന്നെ അതിന്റെ കുറെ സാധനം വലിച്ചെടുത്തെടുത്ത് തള്ള ഒരു പോപ്പൂന്ന് പറയും, അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിട്ട് വരും. അത് പിരിഞ്ഞ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു മാംസക്കണ്ണ് കാണും, ഒരു മാംസക്കണ്ണം പോലെ കഴിയും. ഇത് കംപ്ലീറ്റ് ഈ 400 എണ്ണം ആലോചിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ അകം തിന്നത്. അതിന്റെ അകവാ തിന്നത്. ഈ തെങ്ങിന്റെ കാട്ടഭാഗം മുഴുവൻ തിന്നത്. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ തെങ്ങ് നല്ലതായിട്ട് ഇരിക്കും, പെട്ടെന്ന് നോക്കുമ്പോൾ വീഴുന്നു. ആക്ച്വലി ഇതിന്റെ അകം മുഴുവൻ ഓളോ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വീഴുന്ന സമയത്ത് എന്താ കുഴപ്പം? ഇതുങ്ങളെല്ലാം മെച്ചുറാവും, പ്രായപൂർത്തിയാവും. ഇത് എല്ലാം കൂടി വളർന്ന് ആ ഭാഗത്തെ എല്ലാ തെങ്ങുകളും. എന്നാലും നമ്മുടെ ഹോമിയോ അഗ്രഹകെയർ കൊടുത്തിട്ടുണ്ടോ? 100% അതിൽ നാക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. നമ്മൾ പറയണ 2 കാര്യമാണ്. ചെമ്പഞ്ചെല്ലി ഉള്ള തെങ്ങുകളെ എന്തെങ്കിലും കെമിക്കൽ ഒഴിച്ച് കൊല്ലുക ആദ്യമേ. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരാട്ടെ ഉണ്ട്, മാർഷൽ ഉണ്ട്, അല്ലെങ്കിൽ എക്കാഡക്സ് ഉണ്ട്, അല്ലെങ്കിൽ സൈഡോഫൈവ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കെമിക്കൽ ഒഴിച്ച് ഇതുങ്ങളെല്ലാം കൊല്ലുക. കൊന്ന ശേഷം എന്ത് ചെയ്യണം?
ഹോമിയോ അഗ്രോകെയർ കൊടുത്തിരുന്ന അത് അതിൽ നിലവിലെ ഇല്ലാത്ത സമയത്ത് ഇത് കൊടുത്താൽ ഇത് ഒരിക്കലും പറ്റില്ല. ആദ്യം മുതലേ കൊടുത്തു തുടങ്ങാൻ എപ്പോഴും കൊടുത്തു തുടങ്ങാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. കൊമ്പജെല്ലി, ചെമ്പജെല്ലി, കൂലി, മണ്ടരി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? തേങ്ങയ്ക്ക് ആദ്യമേ നമ്മൾ നോക്കുമ്പോൾ വലിപ്പം ഇല്ലാത്തത് അതിന്റെ പുറത്തേക്ക് ഒരു ചുടോണം പോലെ ഒരു പാട് പോലെ അങ്ങനെയൊക്കെ നമുക്ക്. മണ്ടരി എന്ന് പറഞ്ഞാൽ കുഞ്ഞു ജീവിയാണ്. ഈ ജീവി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയുടെ വെള്ളക്കാരായിരിക്കുമ്പോൾ തന്നെ അതിന്റെ മൂടി വന്നിരിക്കും. ഇരുന്നിട്ട് അത് നീരുറ്റി കുടിച്ച് ഈ തേങ്ങയെ വളരാൻ അനുവദിക്കില്ല. ആ മണ്ടരി വന്ന തേങ്ങയുടെ പൊതിമടൽ ശ്രദ്ധിക്കണം, ഒന്നും ഉണ്ടാവില്ല. അത് നീരൂറ്റി കുടിച്ച് അതിനെ അങ്ങോട്ട് കുഞ്ഞാക്കി വളരാൻ അനുവദിക്കും. പക്ഷെ ഈ ഹോമിയോ അഗ്രോകെയർ കൊടുത്താൽ മണ്ടരി വളരും. ഓൾറെഡി വന്ന് നശിച്ചിരിക്കുന്നത് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതല്ല. അത് കൊടുക്കുന്ന വിധമുണ്ട്. നമുക്ക് ഒരു തെങ്ങിന്, വലിയ തെങ്ങിന് 17 ഗ്രാം വേണ്ടി വരും. 100 ഗ്രാമിൻ്റെയാണ് പാക്കറ്റ് ആയിട്ട് വരുന്നത്. 17 ഗ്രാമിലെ 15 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുമ്മാ ചോപ്പിൽ വെച്ചു. അതിനുശേഷം 2 ഗ്രാം അഥവാ 50 ഗുളിക 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ നിന്നൊരു 330 ml എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ എടുത്തിട്ട് പെൻസിൽ മണ്ണുള്ള ഒരു വേര് തരിച്ച് മുറിച്ചിട്ട് ഇതിനകത്ത് വെച്ച് കെട്ടി കൊടുക്കുക. ഇപ്പോൾ ഒന്ന് കൊടുക്കുക, 4 മാസം കൊണ്ട് കൊടുക്കുക, 8 മാസം കൊണ്ട് കൊടുക്കുക. അത്രയും ഉള്ളൂ. നമ്മൾ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നും. ഞാനത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇല്ല. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റാണത്. അത് അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ ഓരോരുത്തൊക്കെ നല്ല വലുപ്പം, അതോടൊപ്പം നല്ല പച്ചപ്പ്. ഈ ഹോമിയോ അഗ്രോകെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഹോമിയോപതി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം 20-25 വർഷം കൊണ്ട് കണ്ടുപിടിച്ചത് ശരിക്കും 40 മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ. ഇത് ഒരിട്ടും വിഷമില്ല, നമ്മൾ തിന്നാലും കുഴപ്പമില്ല, ഒന്നുമില്ല. ഇത് ചെടികൾക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിലേക്ക് ഒരു സന്ദേശം കൊടുക്കും. ഈ മരുന്ന് കൊടുക്കുമ്പോൾ സന്ദേശം കൊടുക്കുക വെച്ചാൽ ഈ ചെടികളെല്ലാം എപ്പോഴും ഒരു നെല്ല് പുറപ്പെടുവിക്കും. നമുക്കത് മനസ്സിലാക്കും. കീടങ്ങൾക്കറിയാം. കീടങ്ങൾ 1 കിലോമീറ്റർ ദൂരമുള്ള കീടം പോലും ഈ ഇവിടെ ഒരു നല്ല തെങ്ങിൻ്റെ അത് ശരിക്കും ഈ വൈറ്റ് ഫ്ലൈ എന്നൊക്കെ പറഞ്ഞ വെള്ളീച്ചകൾ അറിയാമോ? ഇപ്പൊ വലിയ ശല്യം. വെള്ളി തെങ്ങേല് കണ്ടില്ലേ? പേരയിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ളീച്ച? ഈ മുളക്, ഇതൊക്കെ ഈ ചെടികൾ ഒരു നെല്ല് പുറപ്പെടുവിക്കും. അതിലേക്ക് ഓടി വന്ന് ഇതിനോട് ഇടാറ്. നമ്മൾ ഈ ചെടിയിലേക്ക് ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഈ പച്ചക്കറികൾക്കൊക്കെയാണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കഴിച്ചിട്ട് നിശ്ചയ രൂപത്തിൽ ഓടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇലകളിൽ വളരെ കുറച്ച് മതി. 2 ഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. അത് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ ഇതൊന്നും വരും. അപ്പോൾ ഇതുങ്ങൾ സന്ദേശം കൊടുക്കും. ഇതുപോലെ നെല്ലിൽ വ്യത്യാസം വരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വന്ന് നശിപ്പിക്കില്ല. അതാണ് അതിന്റെ ഫാക്ട്. കൂട് കെട്ടി പുഴുക്കളാവും. അതായത് ഒരു ഗ്രൂപ്പ് പോലെ വന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ പുഴുക്കളെ കാണും. അത് കൂട് കെട്ടി പുഴു. പിന്നെ കമ്പുണക്കം, അത് ഫംഗസ്. കമ്പുണക്കം ഫംഗസ്. ഇത് കൂട് പുഴു. അതുപോലെ തന്നെ ഇലമുറിയം പണ്ടുകളെ കണ്ടിട്ടില്ല. തളിരല ഇതെല്ലാം മുറിച്ചിട്ടിട്ട് അത് അതിൻ്റെ അകത്ത് മുഴുവൻ ഈ മുട്ടയാണ്. ആ മുട്ട മണ്ണി വീഴണം. എന്നാലേ അത് ആ മണ്ണി വീഴുമ്പോൾ അവിടെ അതിൻ്റെ ജീവിതചക്രം ബാക്കി മുഴുവൻ അവിടെ ചെലവഴിച്ചിട്ട് അത് വലുതായിട്ട് മെച്ചൂറാവുക വീണ്ടും ചെന്നിനെ അവിടെ. അതുകൊണ്ടാണ് അത് ഇങ്ങനെ നമ്മളിനി ഇൻകേസ് അതിനെ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അടിച്ചുകൂടി കത്തിച്ചു കളിക്കണം, പുകയിടുക. പിന്നെ ഇതിനും ഉള്ള നമുക്ക് ഒരു ബയോ ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് വരില്ല, ഹോമിയോയിൽ ചെയ്താൽ വരില്ല. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, പാൽക്കായോ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഡിഷ് വാഷ് പൊടി നല്ല രീതിയിൽ ഒന്ന് കലക്കിയിട്ട് ഈ കൂമ്പ് വരെ തുടങ്ങുന്ന സമയം അന്നേരം ഒന്ന് സ്പ്രേ. ഇതിൻ്റെ മണം കെട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ബയോ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും വരില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ വളരെ സേഫാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ മുഖത്ത് വീണാലോ മൂക്ക് വീണാലോ കൈ വീണാലോ
ഒന്നും ഒരു കുഴപ്പമില്ല, പ്യുവറായിട്ടുള്ള ജൈവമാണ്. അപ്പൊ ഈ ബയോ ഫ്ലൈറ്റ്, ബയോ ഗ്രോത്ത്, ബയോ ഗാർഡ് മൂന്നും നമുക്ക് ചെടികളിൽ ബയോ ഗ്രോത്ത് വളർച്ചയ്ക്ക്, ബയോ സ്ട്രൈക്ക് ചെടികളിൽ കീടം വരാതിരിക്കാൻ, കീടത്തെ കണ്ടു കഴിഞ്ഞാൽ ബയോ ഗാർഡ്, ഈ മൂന്ന് സാധനങ്ങൾ. പിന്നെ നമുക്ക് വേറെ ഒരു പ്രോഡക്റ്റ് കൂടി, നമ്മുടെയൊക്കെ വെള്ളം ഇല്ലേ, വെള്ളം പലപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഇരിക്കും, പക്ഷേ അതിനകത്ത് പലതരത്തിലുള്ള ഫംഗസ് ബാക്ടീരിയ ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഉപദ്രവകാരികളായ ഫംഗസ് ബാക്ടീരിയ എല്ലാം pH കുറഞ്ഞ വെള്ളത്തിലാണ്. നമ്മുടെ വെള്ളത്തിന്റെ pH എല്ലായിടത്തും കുറവാണ്. അപ്പൊ pH വെള്ളത്തിന്റെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അത് ശരിക്കും നാച്ചുറലാണ്. അത് ശരിക്കും രാജസ്ഥാനിൽ നിന്ന്, വിയന്നയിൽ നിന്നുള്ള ഒരു പാറ പൊടിച്ച് ശുദ്ധീകരിച്ച് കിഴിയാക്കൊണ്ടുവരും. അത് നമ്മൾ കിണറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യും. വെള്ളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി മെറ്റൽസ് ഉണ്ട്, പല ഹെവി മെറ്റൽസും ഉണ്ട്. അത് GDS എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാം, ടോട്ടൽ ഡിസോൾവിംഗ് സബ്സ്റ്റൻസ്, അതായത് അതിനകത്ത് ഉള്ള സബ്സ്റ്റൻസ് ഉണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ ഈ ഇരുമ്പ് ഭക്ഷിച്ച് വളരുന്ന ബാക്ടീരിയസ് ഉണ്ട്. വെള്ളത്തിന് ഒരു ഓയിൽ ഉള്ള പോലെ, എണ്ണ മെഴുക്ക് പോലുള്ള പോലെ കണ്ടിട്ടുണ്ടാകും, ചുമന്ന നിറത്തിൽ. അത് അതിനകത്ത് ഒരു തരം ബാക്ടീരിയ, അതായത് ഇരുമ്പിനെ ഭക്ഷിച്ച് തിന്നുന്ന ബാക്ടീരിയ. പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഈ ചെടികളിലെ ചെടിയല്ല, ഇതിന്റെ അകത്ത് തന്നെ ഒരു വേറെ ഈക്കോളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോളിഫോം, ജിജില്ല, നോറ, അങ്ങനെ ഒരുപാട് വൈറസുകൾ. ഇതെല്ലാം വളരുന്നത് pH കുറഞ്ഞ അസിഡിക് ആയിട്ടുള്ള ഒരു വെള്ളം. അപ്പം വെള്ളത്തിലെ pH ബാലൻസ്, നമ്മൾ ലുലൂലൊക്കെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കുപ്പി ആൽക്കലൈൻ വാട്ടറിന് 90. നമ്മൾ ഈ സാധനം വെള്ളത്തിൽ നമ്മുടെ കിണറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ആൽക്കലൈൻ വാട്ടർ, നമ്മുടെ തന്നെ ഒരുപാട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് തന്നെ ഈ വെള്ളം കുടിച്ചാൽ മതി. പിന്നെ മാത്രമല്ല ഈ കലക്കലെല്ലാം താഴോട്ട് കിണറിന്റെ താഴെ വന്നാണ് ഈ സാധനം ഇട്ട് കഴിയും. ഇത് തീർത്തും നാച്ചുറലാണ്. നമുക്ക് വേണേൽ വായിൽ വെച്ചും കാണിക്കാം, വേണേൽ കലക്കി ഒഴിച്ച് കാണിക്കാം, pH ബാലൻസ്. അപ്പോൾ അതാണ് ഏറ്റവും, അതിനാണ് അക്വാ pH ബൂസ്റ്റർ. വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യുകയും വെള്ളം ശുദ്ധീകരിക്കുകയും കണ്ണുനീര് കുറയാക്കുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഏതാണ്ട് ഇത്രയൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കാണെങ്കിലും വീട്ടിലേക്കുള്ള പച്ചക്കറി, ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലുള്ള റംബുട്ടാനൊക്കെ ഏതും. പിന്നെ ഞാൻ ഹോമിയോ അമൃതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം വവ്വാല്, അണ്ണാന് അതുമാതിരി ഒന്നും ചെടികളെ വരത്തില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് 40 മരുന്നുകളുടെ കോമ്പിനേഷനാണ്. ഇത് 40 ഗുണങ്ങളാണ്. ഒന്നാമത്തെ ഗുണം, ആ ചെടിയിൽ നല്ല രീതിയിൽ വേരുണ്ടാവുന്നു, വെള്ളത്തെ 70% ലാഭിക്കാൻ പറ്റുന്നു, വളത്തെ 40% ലാഭിക്കാൻ പറ്റുന്നു. ഇപ്പൊ തെങ്ങിനെ സംബന്ധിച്ചിട്ട് തെങ്ങിനാണ് ജാതിക്ക് വെള്ളം അത്യാവശ്യം. പൊഴിച്ചിൽ ഫംഗസ് കൊണ്ടാണ് ഇത് വരുന്നത്. ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് ഒരു പ്രത്യേകതരം പച്ചപ്പും നല്ല വ്യത്യാസവും ഉണ്ട്. അതുപോലെ തന്നെ കൊമ്പൻ ചെല്ലി, ചെമ്മൻ ചെല്ലി, കുറുമ്പ് ചെല്ലി ഇതുപോലെ ഒന്നും വരില്ല, ചെന്നീരൽപ്പ് വരില്ല, മണ്ടരി വരില്ല. അതാണ് ഇനത്തിന്റെ പ്രത്യേകത. ഈ മാവിനെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പം കൽക്കട്ടയെന്നൊക്കെ കൊണ്ടുവന്ന് ചില മാവ് കൊണ്ട് നമ്മുടെ വീട്ടിൽ പൂത്തിരിക്കും, കൊണ്ടേ വെക്കും, പിന്നെ ഒരിക്കലും പൂത്തിരിക്കും. കാരണം ടെറസ്, അതായത് ആ ചെടിക്ക് ആ ക്ലൈമറ്റിലേ വളരും. ഇപ്പൊ ഏറ്റവും പ്രശ്നം അവക്കാടോ ബട്ടർ ഫ്രൂട്ട്. ആ ബട്ടർ ഫ്രൂട്ട് പലപ്പോഴും ഇടുക്കിന്നോ അതല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ കുരു കൊണ്ടേ നമ്മുടെ നാട്ടിൽ വരും. ഒരിക്കലും അത് കായ്ക്കൂല. ലിച്ചി പലരുടെയും വീട്ടിലുണ്ട്, ലിച്ചി കായ്ക്കൂല. കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ ക്ലൈമറ്റില് വളരുന്ന, ഇപ്പൊ നിങ്ങൾക്ക് അവക്കാടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലാ ചെറ്റിമറ്റൊക്കെ ഒരു വിത്തുണ്ട്, നിറച്ച അവക്കാടോ, അത് ബട്ടിയിലൊരു വിത്തുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ വളർന്നു കായ്ച്ചു എന്ന് കാണുന്ന സാധനങ്ങൾ മാത്രം വെക്കാൻ ശ്രമിക്കുക. നഴ്സറികളിൽ നിന്ന് ഇതുപോലെ തെങ്ങിന്റെ കാര്യം എത്രയോ പേര് പറയും 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ടെങ്കിൽ 15 വർഷം കായ്ക്കില്ല.
ശരിക്കും നമ്മൾ മേടിച്ചു വെക്കുമ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനെയൊക്കെ സംബന്ധിച്ച് ഒരു കാലഘട്ടം കായിലിടാന്ന് പറയുന്നത് കുറേ നാളുകൾ കൊണ്ട് നമുക്ക് ചെയ്യുന്ന. അതുകൊണ്ട് അത് മേടിച്ചു വെക്കുമ്പോൾ എപ്പോഴും ഒരു നല്ല നേഴ്സറികളിൽ അനുഭവം ഉണ്ടായിട്ട് നോക്കി മാത്രം മേടിക്കുക. കബളിക്കപ്പെടാനായിട്ട് ഏറ്റവും ചാൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലതൊന്നും നമ്മളോട് കായ്ക്കും, ചില മാവ് കായ്ക്കും. അത് അതിൻ്റെ ഇട്ടിട്ടാണ് ബയോഗാർഡ് വേണ്ടിയിട്ടാണ്. അതിന്റെ അകത്തൊരു കുഴുവാണ്. അത് നിങ്ങൾക്ക് നല്ല വടിയോ അല്ലെങ്കിൽ ഈ ഇത്തരം മുള്ളുണ്ട്, ഇത്തരം മുള്ളുണ്ട്. അത് ഈ വടിയുടെ തുമ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുടിയലയുടെ പോലെ ഇരിക്കുന്ന ഒരു ചെടിയുടെ പേരെന്താണ്? നമ്മളിങ്ങനെ ഓർത്ത് വരും തൊടലിമുള്ളെന്നൊക്കെയാണ് ചൊല്ലിപ്പെടുന്നത്. ആ സാധനം ഉണ്ടെങ്കിൽ അത് ഒരു വടിയുടെ അറ്റത്ത് കെട്ടി വെച്ചിട്ട് അടിക്കുമ്പോൾ ഇതെല്ലാം വിണ്ടുപോകും. വിണ്ടുപോയിട്ട് ആ പുഴുക്കളെല്ലാം താഴെ വരും. ആ താഴെ നമ്മൾ വാഷിനകത്ത് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളൊരു ഇച്ചിരി വിശ്വാസം, ഇച്ചിരി വിനാഗിരി, അതല്ലേ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ കൃത്യമായിരിക്കണം, കൂടാൻ പാടില്ല. 50 ml വിനാഗിരി, 25 ml വിശ്വാസം, 25 ml ഓയിൽ. ഏതെങ്കിലും ഓയിലായാലും മതി, ഏറ്റവും നല്ലത്. ഇത് ആകെ 900 ml വെള്ളം. ഇത് 100 gram അല്ലേ? 100 ബാക്കി 900 ml വെള്ളം. എന്നിട്ട് ഇതങ്ങോട്ട് സ്പ്രേ ചെയ്ത് 100% ഈ ഇതിൽ കത്തിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഈ ജാതിക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാ പൊട്ടുന്നത് വേറെ ഈ ശരീരത്തിന് ഞാൻ പറഞ്ഞത്. അതായത് ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു ജെല്ല് പോലെ കുടിച്ചു വരും. അവിടെ ചിലപ്പോൾ ഒരു എന്താ പൂപ്പൽ പോലെ അവർ കാണുന്നു. അതുമൊക്കെ ഫംഗസാണ്. ജാതിക്ക് ഏറ്റവും കൂടുതൽ ഫംഗസാണ്. ജാതിയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനം ഒന്നും ചെയ്യേണ്ടത് ഒരു കാരണത്തിൽ വേര് കൊണ്ടും വളയിടാൻ. ചിലർ കൊണ്ട് വേര് കൂടിയാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് ചെയ്യുന്നത്. ജാതിക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് ബയോഗ്രോത്ത്, ബയോസ്പ്രേക്ക്. 5 ml മതി ഒരു വെള്ളത്തിൽ. അത് എല്ലാം സ്പ്രേ ചെയ്താൽ നിറഞ്ഞ് പൂക്കുകയും ചെയ്യും. അത് രണ്ടാമത് ആ പൂക്ക കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചിരിക്കും ആ പൂത്ത്. പക്ഷെ അത് അബോഷം പോലെ അത് പോകും. പക്ഷെ അത് കഴിയുമ്പോൾ പൂത്ത് കഴിയുമ്പോൾ ഒരു തവണ അത് കഴിഞ്ഞ് പൂത്ത് ഒരു കുഞ്ഞു കായാകുമ്പോൾ ഒരു 3 തവണ സ്പ്രേ ചെയ്ത് നിറഞ്ഞ കാര്യം രാവിലെ. അതാണ് ബയോഗ്രോത്ത്, ബയോസ്പ്രേക്ക്. പിന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഈ പൊളിച്ചതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ്? ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു. ഏറ്റവും പ്രധാനം pH കുറയുന്ന സ്ഥലത്താണ് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എല്ലാം. നമ്മൾ മണ്ണിന്റെ pH ഏറ്റവും പ്രധാനമായിട്ട് ബാലൻസ് ചെയ്താൽ ഒരു രോഗം വരും, കീടവും വരും. അത് 2 കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്നാമത്തെ കാരണം പൊട്ടാസ്യത്തിന് ഡെഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ SOP വരും, സൾഫേറ്റ് പൊട്ടാസ്യം. അത് ഞാൻ ജൈവമാണെങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചിലപ്പോൾ മൊത്തം ഇങ്ങോട്ട് പൊഴിയുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ ഉള്ളപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തു പൊഴിയാതിരിക്കാനായിട്ട് നമുക്കത് സീവീഡ് ചെയ്തു. ഞാൻ പറഞ്ഞത് സീവീഡ് ചെയ്ത് അത് അപ്പോഴല്ല, ആ പൊഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. അതിന് തൊട്ട് മുമ്പേ തന്നെ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ആ രണ്ടും സീവീഡ് ജെല്ലി കുറച്ച് ചോട്ടിൽ ഇട്ട് കൊടുക്കുക, ബയോഗ്രോത്ത്, ബയോസ്പ്രേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അറിഞ്ഞു പോകും. പിന്നെ സ്ട്രെസ് എന്ന് പറയും, അതായത് ഭയങ്കരമായ മഴ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ വരുമ്പോൾ ചെടിക്കൊരു സ്ട്രെസ് വരും. അങ്ങനെ സ്ട്രെസ് വരുമ്പോഴും അതിലും ഏറ്റവും പ്രശ്നം പുഷ്പമൂലങ്ങളിൽ കിട്ടും. അത് നമ്മുടെ ഞങ്ങൾക്കൊരു തെങ്ങ് 3 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ചൊട്ട കവിളിനകത്ത് ഇരുന്ന് തന്നെ പൊട്ടി, അതുകൊണ്ട് വരുന്നില്ല. ബോറോൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സാധനത്തിന്റെ ഡെഫിഷ്യൻസി. ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കിടന്ന് വരാതിരിക്കാം. പല ചെടികളും
ആദ്യമായി കഴിച്ചത് ഒരു 160 ഗ്രാം ബോറോണാണ് ഒരു തെങ്ങിന് ഒരു വർഷം വരുന്നത്. അത് മാക്സിമം 2 തവണയായിട്ട് ബോറോൺ കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബോറോൺ ഡയറക്റ്റ് കൊടുക്കരുത്. ബോറൈറ്റ് ആയിട്ട് ഇവോപ്പറേറ്റ് ചെയ്തു, മനസ്സിലായോ? ബോറൈറ്റ് ആയിട്ട് ഇവോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് ബോറോൺ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ജൈവ വളത്തിലൂടെ മിക്സ് ചെയ്തു അത് 2 തവണയായിട്ട് 160 ഗ്രാം ബോറാക്സ്. 2 തരമുണ്ട് ബോറോൺ. ബോറോൺ നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബോറാക്സ് ആണ് ഞാൻ പറഞ്ഞത്, മിക്സ് ചെയ്തിട്ടുള്ളൂ. 160 ഗ്രാം ഒരു വർഷം 2 തവണയായിട്ട്. അല്ല, ഞാൻ പറഞ്ഞ ഒരു വലിയ തെങ്ങിന്റെ അരി. തെങ്ങിന് ശരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് പൊട്ടാസ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിന്റെ ഏത് സാധനത്തിനകത്തും ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം. നമുക്ക് ഇതുണ്ടല്ലോ കരിക്കുംവെള്ളം. ഈ ചില രോഗികളെ പൊട്ടാസ്യം കുറവ് വരും. ഉടനെ എന്താ കൊടുക്കണേ? കരിക്കുംവെള്ളത്തിനകത്ത് ഇപ്പൊ ചെടിക്ക് വേണ്ടതും ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി കാണിക്കുന്നതും പൊട്ടാസ്യവും ബോറോണും ഒക്കെ ഇട്ട് കൊടുക്കണം. തെങ്ങാണ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റിയ തെങ്ങ് നമുക്ക് നമ്മുടെ നാട്ടിൽ പറ്റിയ ഇവിടെ ഇപ്പൊ ശ്രീലങ്കയിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരുപാട് തട്ടിപ്പെട്ട്. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ല ഇപ്പൊ KVK പോലുള്ള ഇതൊക്കെ പറഞ്ഞു തരുന്നത് നഴ്സറിക്കാർ പറഞ്ഞു തന്നോ ഒരിക്കലും ഒത്തിരി എന്തോരം പേരെന്നെ വിളിക്കുന്നുണ്ട്. നമ്മള് ശരിക്കും അറിയുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലെ KVK നല്ല ശ്രീലങ്കന്റെ ഒരു യുഗമാണ്. ശ്രീലങ്കന്റെ അകത്ത് അതിന്റെ പ്രാവിന് കയ്പാണ് അത് പറയുന്നത്. അതുകൊണ്ട് കൊപ്പഞ്ചേരി കഴിക്കുന്നത് അതിപ്പോ ഭയങ്കര ഒരു ഇവിടെ 150 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇപ്പൊ 550 രൂപയ്ക്കാണ്. നമ്മുടെ പാലായിലെ അഗ്രോ അവരവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യും. അഗ്രിമൈ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യും. പക്ഷെ അവര് പറയുന്നതിന് മുൻകാമ്പിന് മധുരമില്ല, കയ്പാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ ഒക്കെ നമുക്ക് അതുപോലെ എപ്പോഴും നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളുടെ ഏറ്റവും പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അതിനകത്ത് നാരില്ല, ഫൈബറില്ല. രണ്ടാമത്തെ കാര്യം അതിനകത്ത് സ്വീറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇത്രയും ശൈലം. പണ്ടൊക്കെ നമ്മുടെ നാടൻ തെങ്ങൾക്കൊന്നും ഈ ശൈലം ഇല്ലായിരുന്നു. അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഫൈബറായിട്ടുള്ള മാത്രവുമല്ല അതിനൊക്കെ കമർപ്പ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ശരി. ഇപ്പൊ ഇതിങ്ങനെ ഈ ഗംഗാബോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നോ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ആക്സസ് ഈ ഇതിനൊക്കെ പെട്ടെന്ന് വന്നു പെടാൻ പറ്റും. ഒത്തിരി പൊക്കമില്ലാതെ ഇതിനൊക്കെ അതായത് നമ്മൾ ഈ കപ്പകാലം കൊണ്ട് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം കണ്ട് ആ സമയം കൊണ്ട് തന്നെ ആ ചെടിക്ക് വേണ്ട മൂലകങ്ങൾ കംപ്ലീറ്റ് മൂലകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ് വിളകൾക്കൊക്കെ കുറച്ച് നാല് പയ്യെ കിട്ടുന്നതുകൊണ്ട് ഈ ഗംഗാബോധത്തിനൊക്കെ അത്രയും നാളുകൊണ്ട് ആ ചെടിക്ക് കിട്ടേണ്ട മുഴുവൻ മൂലകം അതാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇതിലെ ബയോ വാട്ടർ നമ്മുടെ സാധനം ബയോ ഗ്രോത്ത് മാഡത്തിന് നമ്പർ നിങ്ങൾക്ക് തരാം. നിങ്ങൾ